ഉണ്ടാക്കി രുചി കൂട്ടിയിട്ട് ആർക്കും കിട്ടിയില്ലെന്നും പറഞ്ഞാൽ ആരും പരാതിയൊന്നും പറയാൻ പാടില്ല. അതുകൊണ്ട് അളവുകളും തൂക്കമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനായിക്കോട്ടെ കേട്ടോ. ഇതുകൊണ്ട് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? ഇവിടെ ഞാനും സുഖമായും സന്തോഷമായും. ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ ചില്ലി ബീഫ് അല്ലെങ്കിൽ പിന്നെ ബീഫ് ഡ്രൈ ഫ്രൈ, രണ്ടുപേരും പറയാം. ബീഫ് ഡ്രൈ ഫ്രൈ അല്ലെങ്കിൽ ചില്ലി ബീഫ്, ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വന്നതാണ്. നിങ്ങളിൽ ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇതൊക്കെ അറിയാമെന്ന് എനിക്കറിയാം. എങ്കിലും അറിയാൻ വയ്യാത്തവർക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെടട്ടെ എന്നോർത്ത് മാത്രമാണ്. നമുക്ക് ഏതൊരു സാധനവും ഹോട്ടലിൽ നിന്ന് കിട്ടുന്നത്. നമ്മൾ വിചാരിക്കും ഹോട്ടലിൽ നിന്ന് ഭയങ്കര ടേസ്റ്റ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ, ശരിയാണ്. പക്ഷെ ഇതൊക്കെ നമുക്ക് വീട്ടില് നല്ല എന്താ പറയുന്നത്, ടേസ്റ്റോട് കൂടിയോടും നല്ല വൃത്തിക്കും വെടുപ്പോടും കൂടി നമുക്ക് തന്നെ വീട്ടിൽ സ്വയം ഉണ്ടാക്കാൻ പറ്റുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഞാൻ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വേണ്ട, ഞാനിവിടെ 1/2 കിലോ ബീഫാണ് മേടിച്ചേക്കുന്നത്. 1/2 കിലോ ബീഫ് അതൊന്നെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി ഈ പരുവത്തിലാണ്, ഈ കഷ്ണത്തിലാണ് നമ്മൾ മേടിക്കേണ്ടത്. അല്ലാതെ നമ്മൾ മുറിച്ച് മേടിക്കരുത്. ഈ കഷ്ണത്തിൽ മേടിച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് ഇതിന് വേണ്ടുന്ന ചേരുവകളൊക്കെ ചേർക്കാം. അപ്പോൾ മറന്നു പോകരുത്, നമ്മൾ ബീഫ് മേടിക്കുമ്പോൾ ഇങ്ങനെ കഷ്ണമാക്കി തന്നെ മേടിക്കാൻ മറന്നു പോകരുത്. ഇങ്ങനെ തന്നെ മേടിക്കണം കേട്ടോ. 1/2 കിലോ ബീഫ് മേടിച്ചത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എല്ലാം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇത് വേവിക്കുന്നതിന് വേണ്ടി ഇതിലേക്ക് ചേർക്കേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇതുണ്ട്, ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിനാവശ്യമായ ഉപ്പ്, ഇത് വേവാൻ ഇതിന് ആവശ്യമായ ഉപ്പ് കൂടെ നല്ലതുപോലെ നമുക്ക് അങ്ങ് പുരട്ടിയെടുക്കാം. നല്ലതുപോലെ പുരട്ടണേ. നല്ലതുപോലെ പുരട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിന് ഒരു കണ്ടോ, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ വേവണം. ഒരു 5 വിസിൽ അടിക്കട്ടെ. അതായത് വേവണമെന്ന് ഉദ്ദേശിച്ചത് മൊത്തം വേവുമല്ല, 1/4 വേവ് മാത്രമേ ആകാവൂ കേട്ടോ. നമുക്ക് അടച്ച് വെച്ച് 5 വിസിൽ അടുപ്പിക്കാം. ഓരോരുത്തരുടെ കുക്കറിനെ ആസ്പദമാക്കിയാണ് വേവെന്ന് പറയുന്നത്. ഞാനിപ്പോൾ എൻ്റെ കുക്കറിനെ ആസ്പദമാക്കി ഇത്രയും വലിയ കഷ്ണമായതുകൊണ്ട് 5 വിസിൽ അടിക്കണം. അത് ഞാൻ പറഞ്ഞല്ലോ, കംപ്ലീറ്റ് വേവരുത്, 1/4 വേവ് മാത്രമേ ആകാവൂ. എന്നിട്ട് നമ്മുടെ ബീഫ് ഇവിടെ വെന്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 1/4 വേവ് മതിയെന്ന്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ടാക്കാമേ. ഈ വെള്ളം നമ്മൾ കളയണ്ട കേട്ടോ, നമുക്കിത് ആവശ്യമായിട്ട് വരുവേ. ഇതുണ്ട്, ഞാനിത് വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കഷ്ണിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട്, അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് കണ്ടിച്ചെടുക്കുന്നത് കാണിച്ചു തരാം. ഇതങ്ങ് നമുക്ക് ഒത്തിരി കട്ടി വേണ്ട, ഒത്തിരി കനം കുറയാനും പാടില്ല, പൊടിഞ്ഞും പോകരുത്. ആ രീതിക്ക് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനേ. ഇതൊക്കെ ഉണ്ടല്ലോ, കട്ടിംഗ് ബോർഡെ വെച്ച് അതൊക്കെ കട്ട് ചെയ്യുമ്പോഴാണ് ഒന്നുകൂടെ നീട്ട്. എനിക്കത് ഇഷ്ടമല്ല, എനിക്കറിയില്ല ഒന്നാമത് മെയിനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് എനിക്ക്. ഇതുപോലെ പെയ്യെ ചെറിയ ചെറിയ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി എടുക്കണം. ഒത്തിരി കട്ട് കൂടരുത്, എല്ലാം ഒരുപോലെ ആയിരിക്കണം കേട്ടോ. ഉടഞ്ഞു പോകാതെ സൂക്ഷിക്കുക കണ്ടോ. ഇത് ഈ പരുവത്തിൽ ചേട്ടാ ഞാനിവിടെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ. ഇതുപോലെ കഷ്ണങ്ങളാക്കി വേണം അരിയാനേ. കണ്ടോ, എല്ലാം ഒരേ
പരുവത്തിലാക്കിയെടുക്കാൻ നോക്കണം, പൊടിഞ്ഞു പോകരുത്. അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കണ്ടല്ലോ, ഒന്നാമത് എനിക്ക് കൈയൊന്നും വയ്യ അരിയാൻ, കൈക്ക് പെരുപ്പും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയി പോകുന്നത്. എന്നാലും ഇതിൻ്റെ കൂട്ടും കാര്യങ്ങളും ചെയ്യുവനെയൊക്കെ നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരുവാണ്. പിന്നെ അത് പറഞ്ഞു തരുന്നുണ്ടല്ലോ, അപ്പോൾ ആ തരിക്ക വെച്ച് നിങ്ങളങ്ങ് ചെയ്തു കൊള്ളണം കേട്ടോ. ഇനി നമുക്ക് ഇതിന് ഇത് പുരട്ടാനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു. അതിനുവേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. എന്നിട്ട് ഞാൻ ഇവിടെ 1 സ്പൂണ് ഇഞ്ചി പേസ്റ്റ്, 1 സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്. ഇത് 1/2 കിലോ ബീഫാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ നമുക്ക് വേണ്ടുന്നത് നമ്മൾ മുളക് പൊടി ഉണ്ടല്ലോ, മുളക് പൊടിയല്ല, മുളക് ഇതുപോലെ പൊടിച്ചത്, ക്രഷ് ചെയ്തത്. അത് നമ്മുടെ എരിവിനനുസരിച്ചും ചേർക്കാം, നമുക്ക് എരിവിനനുസരിച്ച് ചേർക്കാം. ഇതൊക്കെ ഒത്തിരി എരിവ് ഉണ്ടോ ഇല്ലയോ നോക്കി വേണം നമ്മൾ ചെയ്യാൻ. ഇത് ഞാൻ ഇതിനകത്ത് 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 1 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമ്മൾ ഈ സ്പൂണിന് 1 സ്പൂൺ ഗരം മസാല പൊടി, ഇനി അടുത്തത് കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഒരു 3 സ്പൂണ്. ഒരു 3 സ്പൂൺ കോൺഫ്ലവർ. പിന്നെ 1/2 സ്പൂൺ മുളക് പൊടി. ഓൾറെഡി നമ്മൾ മുളക് പൊടിയും ഒക്കെ ഇട്ടാണല്ലോ വേവിച്ചത്. 1/2 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിനാവശ്യമായ, ഓൾറെഡി നമ്മളിത് ഉപ്പ് ഇട്ടാണ് വേവിച്ചത്, എന്നാലും നമ്മൾ ഈ പൊടിക്ക് ഒരു ശകലം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ സോയാ സോസ് ഉണ്ടല്ലോ, സോയാ സോസ്, ഇത് ആവശ്യം നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇല്ലാത്തവർ പോയി മേടിച്ചുകൊണ്ട് വന്ന് ചേർക്കണമെന്നൊന്നും നിർബന്ധമില്ല. ഇവിടെ എനിക്ക് ഇരിക്കുന്നത് കൊണ്ട് ഇത് ഞാനൊരു 1.5 സ്പൂണ് ഒഴിച്ചു കൊടുക്കുകയാണ്. 1.5 സ്പൂൺ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അരമുറി നാരങ്ങ നീര്. കുരു പോകണ്ട കേട്ടോ, കുരു ഇല്ലാതെ വേണം. ഒന്നുകൂടെ ഞാൻ പറയാം. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മുളക് ചതച്ചത്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സോയാ സോസ്, ഉപ്പുപൊടി, നാരങ്ങ നീര്. ഇത്രയും കൂടെ നമുക്ക് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കാം. നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കുന്നതിന് ഞാൻ പറഞ്ഞല്ലോ, ഇറച്ചി വെന്ത വെള്ളം ഇച്ചിരി അവിടെ ഇരിപ്പുണ്ട്, അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ നിറം വരും. കണ്ടോ, ഇതെനിക്ക് അത് തീർന്നു പോയി, അതുകൊണ്ട് സാധാ മുളക് പൊടിയാണ് ഞാൻ ഇട്ടത്, അതുകൊണ്ടാണ് നിറക്കുറവ്. നമുക്ക് ഇച്ചിരി കൂടെ പേസ്റ്റ് ആക്കി കൊടുക്കാം. ഇതാണ് ഞാൻ ഈ വെള്ളമാണ് ഒഴിക്കുന്നത്. കണ്ടോ, ഈ പരുവത്തില്. ഇനി നമുക്ക് ഇതിലോട്ട് ഇത് ചേർക്കാം. കണ്ടോ, ഇതേ ഈ പരുവാണ്, ഈ പരുവത്തിൽ കിട്ടണം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇത് സാവധാനം പെറുക്കിയിട്ട് ഇത് പുരട്ടിയെടുക്കാം. ഇട്ട് കുഴച്ച് പറിക്കരുത്, എങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. ഞാൻ എല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സാവധാനം നമുക്ക് പുരട്ടാം. നമ്മൾ 1/2 കിലോ ബീഫ് ആണെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ,
ചെയ്ത് പെരട്ടി എല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്കിന് 1/2 കിലോയുടെ ഒന്നും കാണത്തില്ല. അപ്പൊ അളവുകളൊക്കെ നിങ്ങളുടെയൊക്കെ സൗകര്യം പോലെ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ അംഗം അനുസരിച്ചൊക്കെ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാം. നമ്മുടെ പുരട്ടി വെച്ചേക്കുന്ന ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് പറഞ്ഞെങ്കിലും ഇപ്പോൾ 20 മിനിറ്റ് ആയി. ഞാൻ വേറെ പണിയിലായിപ്പോയി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ തവ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകട്ടെ. നമുക്ക് എണ്ണ ഏത് വേണേലും ഉപയോഗിക്കാം കേട്ടോ. അത് നമ്മുടെ സൗകര്യം പോലെ വെളിച്ചെണ്ണയോ സൺഫ്ലവറോ ഏതെണ്ണ വേണേലും ഉപയോഗിക്കാമേ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നല്ലവണ്ണം എണ്ണ തിളച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് നമ്മൾ ഒന്നിനെ തൊടാതെ ഓരോന്നാണ് നമ്മൾ പെറുക്കി ഇട്ട് കൊടുക്കേണ്ടത്. കണ്ടോ, ഇതുപോലെ തൊടാതെ വേണം ചെയ്യാൻ. കണ്ടോ, ഒന്നിനൊന്ന് തൊടാതെയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഒത്തിരി അങ്ങ് മൂത്ത് മൊരാന്നൊന്നും ആവണ്ട കേട്ടോ. ഓൾറെഡി നമ്മളിത് വെന്ത സാധനമാണല്ലോ. നമുക്കിനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കരിഞ്ഞു പോകരുതേ. ഞാനെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് മൂക്കട്ടെ. ഒത്തിരി തീ അങ്ങ് കൊടുക്കണ്ട, എന്നാൽ തീ കുറയാനും പാടില്ല. ഇവിടെ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് കോരാൻ പോവാണേ. കണ്ടല്ലോ, ഇതുപോലെ തന്നെ അടുത്ത ട്രിപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് പിന്നെ കുറച്ച് കറിവേപ്പിലയും 2-3 മുളകും ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. വേണ്ട കറിവേപ്പിലയും 2-3 മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ഇതിനകത്ത് വറുത്ത് കോരാം. കരിഞ്ഞു പോകരുതേ. മുളക് ഇച്ചിരി വലുതായിപ്പോയില്ലേ, ചെറിയ മുളകല്ല. ചേട്ടാ കണ്ടല്ലോ, 1/2 കിലോ ബീഫാണിത്. കണ്ടല്ലോ, അളവൊക്കെ കണ്ടല്ലോ. അപ്പം വീട്ടിലെ ആൾക്കാരുടെ അനുസരിച്ച് നിങ്ങൾ തയ്യാറാക്കിക്കൊള്ളുക. പിന്നെ ഇതുണ്ടാക്കി രുചി കൂട്ടിയിട്ട് ആർക്കും കിട്ടിയില്ലെന്നും പറഞ്ഞാൽ ആരും പരാതിയൊന്നും പറയാൻ പാടില്ല. അതുകൊണ്ട് അളവുകളും തൂക്കമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനായിക്കോട്ടെ കേട്ടോ. ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അപ്പം കണ്ടല്ലോ, ബീഫ് ഫ്രൈ, ഡ്രൈ ഫ്രൈ, ഏത് പേര് വേണേലും നിങ്ങൾക്ക് കൊടുക്കാം. എല്ലാവരും ബീഫ് ഫ്രൈ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ട്? നല്ല സൂപ്പർ ബീഫ് ഫ്രൈ ആണോ? കഴിച്ചിട്ടുണ്ടെങ്കിലും ഓ, പൊങ്ങച്ചം പറയണ്ട. ഉണ്ട്, നല്ല ഒന്നാന്തരം ബീഫ് ഫ്രൈ ആണ്. ഇത് നല്ല കൈപുണ്യമുണ്ട്, നല്ല ഭാവിയുണ്ട്, നന്നായി വരും. ഇപ്പൊ വീഡിയോ എല്ലാരും കണ്ടല്ലോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോളായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും വണക്കം.